സാധാരണഗതിയിൽ ഒരു പ്രസവം സംബന്ധമായിട്ടൊരു അണുബാധ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പ്രസവം, ചിലപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പ്രസവ വേദന തുടങ്ങിയിട്ട് കുറേ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വരുമ്പോൾ തന്നെ ഏറെ മണിക്കൂറുകൾ പ്രസവവേദനയായി കിടന്ന് പല പ്രാവശ്യം പല ഡോക്ടേഴ്സ് ഉള്ളിൽ പരിശോധിച്ച് പേഷ്യൻ്റ് ഇവിടെ വരുമ്പോൾ തന്നെ പനിയും ഫീറ്റൽ ടാക്കിക്കാർഡിയൊക്കെ ആയിട്ട് വരുന്നവരിൽ പ്രസവം കഴിയുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം സെപ്സിസ് എന്നൊരു കോറിയോ അമ്നിയോണൈറ്റിസ് എന്നൊരു എൻറ്റിറ്റി ഉണ്ടാകാം. പക്ഷേ ഈ രോഗിക്ക് അല്ല ഈ ലേഡിക്ക് അതിൻ്റെ യാതൊരു കാരണങ്ങളും ഇവിടെ കാണുന്നില്ല. ബിക്കോസ് വന്നു, നമ്മൾ ഇൻഡ്യൂസ് ചെയ്തു, 1.25 മണി, സാധാരണ ഈ ഇൻഫെക്ഷൻ കയറാൻ പറയുന്ന 18 മണിക്കൂറോളം മെംബ്രെയിൻ റപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നവരിലാണ് ഇൻഫെക്ഷൻ ഒരു പ്രോസസ്സ് ഉണ്ട്, അണുക്കൾ അകത്ത് കയറി പെരുകാനുള്ളൊരു സമയമുണ്ട്. അതൊരു 18 മണിക്കൂർ വരെ സേഫ് ആണെന്നാണ് പറയുന്നത്. കോറിയോ അമ്നിയോണൈറ്റിസ് ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം മെംബ്രെയിൻ റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ 12 to 18 അവേഴ്സ് കഴിയണം. അങ്ങനെ രോഗി വെള്ളം പൊട്ടിപ്പോയി കിടക്കുമ്പോഴാണ് ഗർഭാശയം. ഇതിപ്പോൾ 1.25 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് മെംബ്രെയിൻ റപ്ചർ ചെയ്തു, 5:15 അവൾ പ്രസവിച്ചു. അപ്പോൾ ഇൻട്രാപാർട്ടം ഒരു സെപ്സിസിൻ്റെ ഒരു ലക്ഷണങ്ങളും പ്രസവ മുറിയിൽ നിന്ന് സമയത്ത് അവൾക്ക് ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളില്ല. പ്രസവ മുറിയിൽ പ്രസവത്തിൻ്റെ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല.